ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംഘം ന്യൂയോർക്കിൽ തുടരുന്നു. അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഗോയൽ യുഎസിലെത്തിയത്. അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. മാർക്കോ റൂബിയോയുമായി സമകാലിക അന്താരാഷ്ട്ര ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയായതോടുകൂടിയാണ് ഇരു രാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി ഒന്നിച്ചു നീങ്ങുമെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചത്. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. അതോടൊപ്പം തന്നെ H-1B വിസ അതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തൊക്കെയാണ് പ്രധാനമായും കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ? ഭവ്യ, അമേരിക്ക ഈ ലോകരാജ്യങ്ങൾക്ക് മേൽ താരിഫ് ചുമത്തുന്ന ഈ നീക്കം അത് ആരംഭിക്കുന്നതിന് മുൻപത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ US ആദ്യമായി ഈ വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിച്ചത് ഇന്ത്യയുമായിട്ടാണ്. ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് കണ്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി മാർച്ചിലും ജൂണിലും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ജൂലൈയോടെ ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇത്തരം ധാരണകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് US മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഒന്നും ചുമത്താത്ത തരത്തിലുള്ള വലിയ താരിഫ്, അതായത് 50% താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തുന്നു. 25% വ്യാപാര തീരുവയായും അതുപോലെ തന്നെ US റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% പിഴത്തീരുവയുമായി ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കടുത്ത നീക്കം US നടത്തിയതിന് ശേഷമാണ് ഈ വ്യാപാര കരാർ ചർച്ചകൾ ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുന്നത്. ഓഗസ്റ്റ് 25-ാം തീയതി ചർച്ചകൾ നടത്താനായി ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇത് പിന്നീട് മാറ്റിവെച്ച് പിന്നീട് അത് എന്നൊന്നില്ലാതെ നീളുകയായിരുന്നു. അതിനുശേഷമാണ് അമേരിക്കൻ പ്രതിനിധിയായിട്ടുള്ള ബ്രണ്ടൻ ലിഞ്ച്, അദ്ദേഹം കഴിഞ്ഞ 16-ാം തീയതി ഇന്ത്യയിലെത്തി ചർച്ചകൾ നടന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് അമേരിക്കയുടെ ക്ഷണപ്രകാരമാണ് നമ്മുടെ വാണിജ്യമന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെത്തിയത്. ന്യൂയോർക്കിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഈ ചർച്ച നടന്നിരുന്നു. അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധിയായിട്ടുള്ള ജാമിസൺ ഗ്രീരുമായിട്ടാണ് പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അതിൻ്റെ തുടർ ചർച്ചകൾ ഇന്നുണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ വെച്ചായിരിക്കും അടുത്ത ഘട്ട ചർച്ചകൾ പുരോഗമിക്കുക എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന ചർച്ച വളരെ ഫലപ്രദവും അതുപോലെ തന്നെ പോസിറ്റീവാണെന്നുമാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. തത്വത്തിൽ ഒരു വാണിജ്യ കരാർ രൂപപ്പെടുത്താനുള്ള ധാരണയായിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൂടിക്കാഴ്ച ഇന്നലെ നടന്നത് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറും അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ H-1B വിസ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടെന്നാണ് വിവരം. സമകാലികമായിട്ടുള്ള അന്താരാഷ്ട്ര അതുപോലെ തന്നെ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചത്. മാത്രമല്ല ചർച്ചയെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് എസ് ജയശങ്കറും പങ്കുവച്ചത്. തീർച്ചയായിട്ടും വ്യാപാര കരാർ വിഷയം ഉൾപ്പെടെ ചർച്ചയിൽ വന്നതായിട്ടാണ് സൂചന. എസ് ജയശങ്കറും പിന്നെ അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ച നോക്കുകയാണെങ്കിലും ഇതിനു മുൻപ് ഈ വർഷം 2 തവണ അവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാർക്കോ റൂബിയോ അധികാരത്തിൽ കയറിയതിന് ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തുന്ന അന്താരാഷ്ട്ര നേതാക്കളിൽ ഒരാളായിരുന്നു എസ് ജയശങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ ബന്ധം മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ 50% തീരുവ എന്ന് പറയുന്ന ഒരു വലിയ ഇടുത്തി ഇന്ത്യക്ക് മേൽ വീഴുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു മഞ്ഞുരുകുന്നതിൻ്റെ ഒരു സാധ്യത അതായിട്ടാണ് ഇപ്പോൾ നിലവിൽ എസ് ജയശങ്കറും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ പീയൂഷ് ഗോയലിൻ്റെ ഒരു കൂടിക്കാഴ്ചയും ഇപ്പോൾ നിലവിൽ തുടരുകയാണ്. ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും. അതുപോലെ തന്നെ എസ് ജയശങ്കർ ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ഈ സെപ്റ്റംബർ 27-ാം തീയതി UN ജനറൽ അസംബ്ലിയിൽ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് നരേന്ദ്രമോദിയായിരുന്നു UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനിരുന്നത്. എന്നാൽ അത് പിന്നീട് മാറ്റിവെച്ചാണ് പകരം എസ് ജയശങ്കർ നിലവിൽ US-ൽ എത്തിയിരിക്കുന്നത്. ഭവ്യ, ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.